വെട്ടി ക്ലീനിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് മത്തിയാണ് എടുത്തിട്ടുള്ളത്. ഈ മത്തി നമുക്കൊന്ന് വെട്ടി കഴുകി വൃത്തിയാക്കി എടുക്കാം. അതാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1/2 കിലോ മത്തി ഉണ്ട് ഇത്. നമുക്ക് തുടങ്ങാം. നല്ല മത്തി കേട്ടോ, സൂപ്പർ മത്തിയാണ്. ആദ്യം തന്നെ നമ്മൾ ഈ ചതമ്പലൊക്കെ ഇങ്ങനെ ചതമ്പി ഇങ്ങനെ കളയാം. ഇതുകൊണ്ട് ഇങ്ങനെ കളയാം. എന്നിട്ട് ഇതേ ഇപ്പുറത്ത് ചതമ്പ. പൂച്ചകൾ കരയുണ്ട് കേട്ടോ. ഇവിടെ ഒരു പൂച്ചയുണ്ട്. എന്നിട്ട് ഇതിൻ്റെ സൈഡിലുള്ള ഇതൊക്കെ കളയാം. വാലിങ്ങനെ മുറിച്ച് കളയാം. കത്രിക ഉണ്ടെങ്കിൽ കത്രിക കൊണ്ട് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. ഞാൻ കത്രിക കൊണ്ട് ചെയ്യാറില്ല. തല വേണമെങ്കിൽ നമുക്ക് തല ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ മുറിക്കുക. കണ്ടോ? എന്നിട്ട് നമ്മൾ ഈ സൈഡ് ഇങ്ങനെ വെട്ടി കൊടുക്കുക. വെട്ടി നമുക്കിതിങ്ങനെ പൊളിച്ച് കളയണ്ട. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മുട്ടയുണ്ട്. ഉണ്ടോ? അതിൻ്റെ മുട്ട നമുക്ക് നീക്കം ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ വെടുപ്പാക്കി എടുക്കണം. ഉണ്ടോ? അതിൻ്റെ മുട്ട നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം. ഉണ്ടോ? ഇങ്ങനെ ഒന്ന് ഞെക്കിയാൽ അതിങ്ങനെ കിട്ടും. ഉണ്ടോ? ഈ മുട്ട നമുക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിങ്ങനെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. കണ്ടോ? ഈ കറുപ്പൊക്കെ ഇങ്ങനെ കളയാം. പൊട്ട സാധനങ്ങളാണ് അതൊക്കെ. കറുപ്പൊക്കെ ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് വേണം നമുക്ക് കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്യാം. ഇപ്പോൾ ഒരെണ്ണം ഞാൻ വേറെ രീതിയിൽ കണ്ട് നമുക്ക് കാണിക്കാം കേട്ടോ. ഈ സൈഡിലുള്ളത് ഇതുകൊണ്ട് കളയാം. അപ്പോൾ നമുക്ക് ഒരെണ്ണം വേറെ രീതിയിൽ കൂടെ കാണിക്കാം. അപ്പോൾ നമുക്ക് അടുത്തതെടുത്ത് തല വേണ്ടെങ്കിൽ നമുക്ക് തല കളഞ്ഞിട്ട് എടുക്കാം. സൈഡൊക്കെ ഇങ്ങനെ വെട്ടി, ഇങ്ങനെ വെട്ടി ഇതിങ്ങനെ തല നമുക്ക് ഇതിങ്ങനെ കളയാം കേട്ടോ. ഇങ്ങനെ കളഞ്ഞിട്ട് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് ഈ കുടലാദ്യം ഇങ്ങനെ എടുത്ത് കളയാം. അതിലൊന്ന് മുട്ടയുണ്ട് കേട്ടോ. ആ മുട്ട നമുക്ക് നീക്കം ചെയ്യാം. എടുക്കാം നമുക്ക് കറിയിലേക്കോ അല്ലെങ്കിൽ മുട്ട വേറെ വറുക്കാനോ ഇത് നീക്കിയിട്ട് ഈ കറുപ്പ് നമ്മൾ കളയാം. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ഉണ്ടോ? അപ്പം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇത് ലാസ്റ്റാണ്. നമുക്ക് ഇതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ആദ്യം ഒന്ന് ചതമ്പി എടുക്കുക. ചതമ്പിട്ട് ഇത് ഈ സൈഡിലൊരു മുള്ളുണ്ട്, അതിങ്ങനെ വെട്ടിക്കളയുക. ഇതിവിടെ ഉണ്ടൊരു ചെറുതെണ്ണം, അതും കളയുക. പിന്നെ ഇപ്പുറത്തെ സൈഡ് ഇങ്ങനെ ചതമ്പി എടുക്കുക. ഈ സൈഡിലുള്ള ഈ ചെറിയ മുള്ളെടുത്ത് കളയാം. ഇങ്ങനെ വെട്ടിയെടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് എല്ലാം വെട്ടിയെടുത്തേക്കുന്നത്. ഇങ്ങനെ തല ഇങ്ങനെ എടുക്കാം. കണ്ട? ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്കത് ഇവിടെ നിന്ന് പതുക്കെ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ ചെയ്താൽ മതി. എന്നിട്ട് നമുക്ക് ആ കുടലെടുത്ത് കളയാം. കുടലാദ്യം എടുത്ത് കളഞ്ഞിട്ട് പിന്നെ അതിൻ്റെ പനിഞ്ഞ്, ഇതിന് മുട്ടല്ല പനിഞ്ഞിനാണുള്ളത് കേട്ടോ. അതിനെ തോണ്ടി മാറ്റാം. മാറ്റി കഴിഞ്ഞിട്ട് ഈ തല ഞാൻ ഈ കണ്ണൊന്നും എടുക്കാറില്ല. കണ്ണ് നമുക്ക് കളയാം. കളഞ്ഞിട്ട് ഇത് ഈ സൈഡിൽ ചെറുതായിട്ടൊരു ചെതമ്പലും മുള്ളും കൂടിയാണ്, അത് കളയാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കറുപ്പുണ്ടല്ലേ, നമ്മുടെ ഈ വേസ്റ്റായിട്ടുള്ള എല്ലാ സാധനങ്ങളും മീനായാലും ഇറച്ചിയായാലും നമ്മളത് കളയണം. അതൊക്കെ നമുക്ക് കളയാം. അത് കളയാണ്ടൊക്കെ നമ്മൾ കറി വയ്ക്കുമ്പോഴാണ് ആ കറിയിൽ ഉളുമ്പ് മണം ഉണ്ടാവും. ഈ മീനൊക്കെ ഒരു മണമുണ്ട്, ഈ പച്ചമണമുണ്ട്. അത് ഇത് കളയാണ്ട് കറി വയ്ക്കുമ്പോഴാണ് നമുക്ക് ആ മണം വരുന്നത്. അപ്പോൾ ഇതൊക്കെ കളഞ്ഞിട്ട് കണ്ടോ നമ്മൾ നന്നാക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ അഴുക്കൊക്കെ കളയാണ്ട് നമ്മൾ കറി വയ്ക്കുമ്പോഴാണ് ആ കറിയിൽ ആ ഉളുമ്പ് മണം വരുന്നത്. അപ്പോൾ നമ്മൾ നന്നാക്കി അതിൻ്റെ പനിയും അതിൻ്റെ മുട്ടയൊക്കെ മാറ്റേണ്ട. അത് അതിൻ്റെ ഉപ്പിൻ്റെ കൂടിട്ട് തേച്ച് കഴിയണ്ട, ഇതൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്കത് മാറ്റിയിട്ട് നന്നായിട്ട് ഈ ഉപ്പ് നമ്മളിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരച്ച് കൊടുക്കാം. കൂടുതലായിട്ട് ഉരയ്ക്കരുത്. കൂടുതലായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാംസമൊക്കെ അടർന്നു പോവും. അതാണ് പതുക്കെ ഇങ്ങനെ ഒന്ന് കാണിച്ചെടുത്താൽ മതി കേട്ടോ.
അങ്ങനെ ഈ ഒരു വെള്ളം കഴുകി കളഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഒന്ന് ഉരച്ച് കഴുകിയിട്ട് നന്നായിട്ട് 3-4 വെള്ളത്തിലങ്ങോട്ട് കഴുകിയെടുക്കുക. ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഉളുമ്പ് മണം ഉണ്ടാവില്ല നമുക്ക് ഇങ്ങനെ ഉപ്പിട്ട് കഴുകി കഴിഞ്ഞാൽ. ഇവിടെ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ഭാഗത്ത് മഴയാണ് ഇപ്പം. അപ്പോൾ നമ്മൾ മീനൊക്കെ നന്നാക്കി കഴിഞ്ഞു. ഒരെണ്ണം നമ്മൾ തല കളഞ്ഞിട്ടാണ് എടുത്തത്. നമ്മൾ ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ ഉൾഭാഗത്ത് വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരു ലേശമൊക്കെ ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരുവിധം നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പം അറിയാത്തവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കൂ. പിന്നെ നമ്മൾ അതിൻ്റെ മുട്ടയും പഞ്ഞിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്, കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരാകുമ്പം നമ്മുടെ കുട്ടികൾക്കൊന്ന് ഇച്ചിരി കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താൽ അവർക്ക് ഊണ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ട്. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും എല്ലാവരും ഒന്ന് മറന്നു പോകാണ്ട് ഒന്ന് ചെയ്യുക. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.